നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, വളരെ വിശേഷപ്പെട്ട ഒരു വിഷയമാണ് നാം ഇവിടെ ചർച്ച ചെയ്യുന്നത്. വ്യാഴം ഒരു രാശിയിൽ നിന്നും മറ്റൊരു രാശിയിലേക്ക് സഞ്ചരിക്കുവാൻ ഒരു വർഷമെടുക്കും. അങ്ങനെ 12 രാശികളിൽ വ്യാഴം സഞ്ചരിക്കുമ്പോഴാണ് നാം ഒരു വ്യാഴവട്ടം എന്ന് പറയുന്നത്. 12 വർഷക്കാലം ഒരു വ്യാഴവട്ടക്കാലം എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ വ്യാഴം ഒരു രാശിയിൽ ഒരു വർഷം നിൽക്കുമ്പോൾ പലപ്പോഴും വക്രിയായി പിറകോട്ട് സഞ്ചരിക്കാറുണ്ട്. ഇപ്പോൾ വ്യാഴത്തിൻ്റെ വക്രത കഴിഞ്ഞു. എന്നാൽ വളരെ വിശേഷപ്പെട്ട മറ്റൊരു യോഗം കൂടി വ്യാഴം നമുക്ക് കാഴ്ചവെക്കുകയാണ്. വ്യാഴമിതാ അതിചാരത്തിൽ വരികയാണ്. കർക്കിടകൻ രാശിയിലേക്ക്, തൻ്റെ ഉച്ചക്ഷേത്രമായ കർക്കിടകം രാശിയിലേക്ക് വ്യാഴം പ്രവേശിക്കുകയാണ്. ഇതിന് അതിചാരം എന്നാണ് പറയുക. ഒരു ഗ്രഹം വക്രിയായി വരുമ്പോഴും അതിചാരത്തിൽ വരുമ്പോഴും അത് പ്രവേശിക്കുന്ന രാശിക്ക് ഫലമുണ്ടാക്കുന്നു. പലപ്പോഴും പഴയ രാശിയുടെ ഫലം നിലനിർത്തുകയും ചെയ്യുമെന്നും ആചാര്യർ വിധി എഴുതുന്നു. വക്രേ വാപ്യഭിചാരേ വാക്യപ്രമേണ ഗതോ ഗുരുഹു ഫലം പൂർവഗൃഹേഷൂക്തം നീചേ വാരിഗൃഹേപി വാ. ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഒരു ഗ്രഹം വക്രിയായി നിൽക്കുമ്പോഴും അതിചാരത്തിൽ നിൽക്കുമ്പോഴും പൂർവഗ്രഹം, ആ ഗ്രഹം ഏത് രാശിയിലാണ് നിൽക്കുന്നത് ആ രാശിയുടെ ഫലം തന്നെയാണ് തരിക. അതിന് പുറമേ ആ വ്യാഴം ഏത് രാശിയിലേക്കാണോ വരുന്നത് ആ രാശിയുടെ ഫലവും പ്രദാനം ചെയ്യും. അത് മേൽപ്പറഞ്ഞ ഗ്രഹം നീചത്തിലായാലും ശത്രുക്ഷേത്രത്തിലായാലും ഫലം നല്ലതായിരിക്കുമെന്ന് ഇവിടെ ആചാര്യൻ സാക്ഷ്യപ്പെടുത്തുന്നു. നിങ്ങൾ ശ്രദ്ധിക്കുക, ഇപ്പോൾ വ്യാഴം ശത്രുക്ഷേത്രമായ മിഥുനത്തിലാണ് ഉള്ളത്. ആ വ്യാഴം ഇനി തൻ്റെ ഉച്ചരാശിയായ കർക്കിടകത്തിലേക്ക് പ്രവേശിക്കുകയാണ്. വ്യാഴം കർക്കിടകത്തിൽ 49 ദിനങ്ങൾ അവിടെ നിൽക്കുന്നു. ഈ 49 ദിനങ്ങൾ വ്യാഴം അവിടെ നിൽക്കുമ്പോൾ ശോഭനമായ ഫലത്തെ പ്രദാനം ചെയ്യും മേടൻ രാശിക്കാർക്ക്, മിഥുനം രാശിക്കാർക്ക്, കന്നി രാശിക്കാർക്ക്, തുലാം രാശിക്കാർക്ക്, വൃശ്ചികം രാശിക്കാർക്ക്, മകരം രാശിക്കാർക്ക്, മീനം രാശിക്കാർക്കും. മേൽപ്പറഞ്ഞ രാശിക്കെല്ലാം തന്നെ ഈ വ്യാഴത്തിൻ്റെ ഈ മാറ്റം ഒരു നല്ല മാറ്റമാണ്. 49 ദിനങ്ങൾ വ്യാഴം അപ്രകാരം തൻ്റെ ഉച്ചക്ഷേത്രമായ കർക്കിടകത്തിൽ നിൽക്കുന്നു. കർക്കിടകത്തിൽ വ്യാഴം നിൽക്കുമ്പോൾ നല്ല ഫലമാണ് പറഞ്ഞിരിക്കുന്നത്. ചാന്ദ്രേ രത്നസുത സ്വദാരവിഭവ പ്രജ്ഞാസുഖൈരന്വിത. വളരെ നല്ലൊരു ഫലമാണ്. കർക്കിടകം 5 വ്യാഴൻ്റെ അത്യുച്ച പൊസിഷൻ. അപ്രകാരം മകരം 5 അതിനീച സ്ഥിതിയും. അപ്പം ചാന്ദ്രേ രത്നസുത, വിശിഷ്ടങ്ങളായ സന്താനങ്ങളെ ലഭിക്കും. സ്വദാരവിഭവ, എല്ലാ ഭാര്യ സുഖങ്ങളും സ്വത്തും വിഭവങ്ങളൊക്കെ അനുഭവിക്കുക. അല്ലെങ്കിൽ സുദാര വിഭവ, നല്ല ഭാര്യ, നല്ല വിഭവങ്ങൾ എന്നിവ അനുഭവിക്കുക എന്ന അർത്ഥത്തിലും പല സ്ഥലത്തും വ്യാഖ്യാനിച്ച് കാണുന്നു. പ്രജ്ഞാസുഖൈ, ബൗദ്ധിക തലത്തിൽ പൂർണ്ണത ലഭിക്കുക. ഈ സുഖങ്ങളെല്ലാം ലഭിക്കും. ബൗദ്ധിക സുഖം, ഫാമിലി സുഖം, നല്ല സന്താന സുഖം, ഇതൊക്കെ കൊണ്ട് ഭാഗ്യവാനാകും കർക്കിടകത്തിലെ വ്യാഴം എന്നാണ് ആചാര്യൻ പറയുന്നത്. ഇനി നമുക്ക് ചർച്ച ചെയ്യേണ്ടത് ഈ വ്യാഴത്തിൻ്റെ ചരവശാലുള്ള മാറ്റം എപ്രകാരം ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യും, ഏതെല്ലാം രാശിക്കാർക്ക് എന്ന് ചിന്തിക്കാം. ഇവിടെ മേടം മുതൽ 12 രാശിക്കാരുടെയും ശുഭാശുഭ ഫലമാണ് നാം നിരൂപണം ചെയ്യുന്നത്. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിക്കുക. ഉത്ര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 45 നാഴിക അത്തം, ചിത്ര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക വരുന്ന 2 നക്ഷത്ര സമൂഹമാണെന്ന് നിങ്ങൾക്കറിയാം. ഇവിടെ വ്യാഴം നിൽക്കുന്നത് 11ാം ഭാവത്തിലാണ്. വളരെയധികം നന്മകൾ പ്രദാനം ചെയ്യും 11ലെ വ്യാഴം. നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടെ സന്താന വിഷയത്തിന് ഏറ്റവും അനുകൂലമായ സമയമാണ്. കർക്കിടക രാശിക്കാർക്ക് IVF പോലുള്ള ചികിത്സകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഏറ്റവും നല്ല സമയമാണ്. അപ്രകാരം തന്നെ പ്രായമുള്ള വൃദ്ധ ദമ്പതികൾ തങ്ങളുടെ മക്കൾക്ക് സന്താനം ഉണ്ടാകാൻ വേണ്ടി കാത്തിരിക്കുക. അവർക്കും സന്തോഷകരമായ വാർത്തകൾ ലഭിക്കും. ഇതാ തങ്ങളുടെ മകൻ അല്ലെങ്കിൽ മകൾ ഇതാ സന്താനത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും ശരിയായിരിക്കുന്നു എന്നുള്ള സന്തോഷ വാർത്തകൾ കേൾക്കും. ഐശ്വര്യം ഉണ്ടാക്കുന്ന ഭാവമാണ് 11ാം ഭാവം. സർവാഭീഷ്ടാഗമോ, എല്ലാം ഇഷ്ടപ്പെട്ട ആഗ്രഹങ്ങളൊക്കെ നേടുക.
ജ്യേഷ്ഠഭ്രാത തൻ്റെ ജ്യേഷ്ഠ സഹോദരങ്ങൾ, ജാത നിജാത്മജാഹ തൻ്റെ മക്കളുടെ മക്കൾ, അർത്ഥലാഭം വാമകർണം തൻ്റെ ഇടത്തെ ചെവി. ഇതൊക്കെയാണ് 11-ാം ഭാവം കൊണ്ട് ചിന്തിക്കേണ്ടത്. ആ 11-ാം ഭാവാധിപനായ വ്യാഴമാണ് ഉച്ചസ്ഥനായി നിൽക്കുന്നത്. വിവാഹ തീരുമാനങ്ങൾ ഉണ്ടാകും, യാത്രാ സൗഭാഗ്യങ്ങൾ ലഭിക്കും, തൻ്റെ വിദേശത്തുള്ള സുഹൃത്ത് തന്നെ വന്ന് സൽക്കരിക്കും, ഭൂമി ലാഭമുണ്ടാകും, പൂർവികമായ സ്വത്ത് തനിക്ക് ലഭിക്കും, അതിൽ തനിക്ക് വീട് പണി ആരംഭിക്കാം, മക്കൾക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങൾ, അവരുടെ പഠനം, അവരുടെ പഠനത്തിന് വേണ്ടിയുള്ള ലോണുകൾ, ഇതൊക്കെ കിട്ടിക്കൊണ്ട് ഈ വ്യാഴം വളരെയധികം നന്മകൾ പ്രദാനം ചെയ്യും കന്നിരാശിക്കാർക്ക്. ഒരു സംശയവുമില്ല. ഈ 49 ദിവസക്കാലം നന്നായി വിഷ്ണുപ്രീതി ചെയ്യുക, തുളസിമാല പാൽപ്പായസം ഭഗവാന് സമർപ്പിക്കുക. വളരെ അനുകൂലമായി വരട്ടെ കന്നിരാശിക്കാർക്കെന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്തേ.